ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബിഗിനി പാൻറ്റി ചെയ്തെടുത്താലോ. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മളിവിടെ മൾട്ടി കളറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എടുത്താലോ, ബേബീസിന് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബിഗിനി പാൻറ്റിയാണിത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എല്ലാ കളേഴ്സിലും നമുക്ക് ചെയ്യാം. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടി കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 4plyയുടെ കോട്ടൺ യാണാണ്. ഒരു മൾട്ടി കളർ യാണാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം 4ply ആയതുകൊണ്ട് ഞാൻ 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 32 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, വിഡ്ത്ത് വേണ്ടത്, പാൻറ്റീസിന് എത്രയാണോ വിഡ്ത്ത് വേണ്ടത്, ഇപ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 7 ഇഞ്ച് സൈസിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 10 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് കുറച്ചിട്ട്, എന്താ വെച്ചാൽ നമ്മൾ സ്ട്രാപ്പ് ഇട്ടിട്ട് ആണ് ഈ ഒരു പാൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മളെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ വന്നതുകൊണ്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാപ്പില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫുള്ള് മെഷർമെൻറ്റ് എടുത്താൽ മതി. 8 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് തന്നെ എടുക്കുക. നമ്മളിതൊരു കയറ് കെട്ടിയിട്ട് എടുക്കുന്നതായതുകൊണ്ട്, ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടെങ്കിൽ നമ്മൾ 7 ഇഞ്ച് എടുത്താൽ മതി. 1 ഇഞ്ച് കുറച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 32 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് സൈസിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 6 ഇഞ്ചാണ്. 5 ഇഞ്ച് 6 ഇഞ്ചിൻ്റെ ആ ഒരു ഉള്ളിലാണ് മെഷർമെൻറ്റ് വരുന്നത്. ഒരു സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ 18 ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 8 ഇഞ്ച് 7 ഇഞ്ച് 8 ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അനോട് ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. നമ്മൾ ഇവിടെ 32 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 32 ചെയിൻ സ്റ്റിച്ച് എടുത്തപ്പോൾ നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ചെയിൻ കൗണ്ട് ചെയ്യൊന്നും വേണ്ട. മെഷർമെൻറ്റ് എത്രയാണോ ഉള്ളത് അത്രയും മെഷർമെൻറ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയിൻ 2 സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും ഈ ഒരു നമ്പർ കൗണ്ട് ചെയ്ത് പറയുമ്പോൾ ഒക്കെ ഭയങ്കര ഡൗട്ടും പിന്നെ നമ്പേഴ്സ് ഈ കറക്റ്റ് ആയില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്താൽ മതി. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഈ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് എനിക്ക് 30 ചെയിൻ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യേണ്ട കേട്ടോ. ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമുക്ക് 30 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ റൗണ്ടിൽ 30 സ്റ്റിച്ച് കിട്ടും. അതല്ല നിങ്ങൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. സെക്കൻഡ് റൗണ്ടും ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും DC വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ഈ ഒരു ലാസ്റ്റ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയിനിലും നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാ ചെയിനിലും നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോയെന്നും അതുപോലെ എല്ലാ ചെയിനിലും DC ചെയ്തിട്ടുണ്ടോയെന്നും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് ചെയിൻ 2 ചെയ്യാൻ നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി അടുത്ത ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ സെയിം ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പം 3 ലൂപ്പ് തൊട്ട് യാണോവർ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണോവർ ചെയ്ത് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്ത് ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഒരു DC ഡിക്രീസിങ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് 2 സ്റ്റിച്ചിനെ നമ്മൾ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റിച്ചിൽ 1 2 സെക്കൻഡ് സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു സേഫ്റ്റി പിന്നാണ് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് മാർക്കറോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളത്തിന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ്. നമ്മൾ ആ ഒരു മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ലാസ്റ്റത്തെ 2 സ്റ്റിച്ചും ഫസ്റ്റത്തെ 2 സ്റ്റിച്ചും ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റിച്ച് വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് വരാം. ഈ മാർക്കർ വരെ ചെയ്തിട്ട് നമ്മൾ വരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് മാർക്കർ വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കർ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു 2 സ്റ്റിച്ചിനെ നമ്മൾ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. DC ഡിക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. യാണോവർ ചെയ്യുക, 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡിക്രീസിങ് കിട്ടും. വീണ്ടും ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമുക്കവിടെ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മളിങ്ങനെ ഓരോ DC ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. DC ഡിക്രീസിങ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്ത് പഠിക്കണേ ബിഗിനേഴ്സ് ആണെങ്കിൽ. ഇനി സെക്കൻഡ് വൺ, ലാസ്റ്റിൽ നിന്ന് സെക്കൻഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കത് ആ ഒരു സ്റ്റിച്ച് എത്തുമ്പം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പം നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് DC ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. ഒരു ചെയിൻ വിട്ടു പോയാൽ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരും. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് വരെ ഈ സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മളൊരു DC ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാണോവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 5 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു DC ഡിക്രീസിങ് കിട്ടും. ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെയിം ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് DC ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനിൻ്റെ സെക്കൻഡ് ചെയിനിൽ ലാസ്റ്റിലെ 1 2 സെക്കൻഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഈ സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക.
ഇനി നമുക്ക് ബാലൻസ് 2 സ്റ്റിച്ചാണുള്ളത്. ആ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് DC ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പ് ഇട്ട് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 ലൂപ്പ് കിട്ടും. ഞാനത് ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കും. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 2 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. ഒരു DC ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. രണ്ട് ചെയിനിനെ ഒരു ചെയിൻ ആക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഡിക്രീസിങ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റിലെ സെക്കൻഡ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നത് വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് സ്റ്റിച്ചസ് ചെറുതും വലുതൊക്കെ ആവും കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റിൽ കിട്ടും. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് ആ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമുക്ക് ബാലൻസ് 2 സ്റ്റിച്ചാണുള്ളത്. ഈ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുക. നമ്മളിവിടെ DC ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനോട് ചെയ്യുക. 4 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക. വീണ്ടും ചെയിൻ 2 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. അവിടെ നമ്മളൊരു DC ഡിക്രീസിങ് ചെയ്യുക. സെയിം ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് DC ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക. 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് സെക്കൻഡ് സ്റ്റിച്ചിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡിക്രീസിങ് ചെയ്ത സ്റ്റിച്ചാണ്. പിന്നെ അടുത്ത സ്റ്റിച്ച് അങ്ങനെ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഡിക്രീസിങ് ചെയ്തത് ഒരു സ്റ്റിച്ച് പിന്നെ അടുത്ത ഒരു DC. അപ്പോൾ ഫസ്റ്റ് DCയിലാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇവിടെ നമുക്ക് 2 സ്റ്റിച്ചാണുള്ളത്. ഒരു സ്റ്റിച്ചിനെ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ചെയിൻ 2 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യാം. നമുക്കൊരു DC ഡിക്രീസിങ് ചെയ്യാം. ഇനി ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ഡിക്രീസിങ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് DCയിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നോക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഇനി എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ 2 സ്റ്റിച്ച് ഉണ്ടാവും. ഈ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് DC ഡിക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്.
ലാസ്റ്റ് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഡിക്രീസിങ് ആയി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് എത്രയാണോ ഈ ഒരു വീതി വേണ്ടത്, ഈ താഴെ ഭാഗം എത്രയാണോ വീതി വേണ്ടത് അത്ര എത്തുന്ന വരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. വീണ്ടും ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം, ഒരു DC ഡിക്രീസിങ് ചെയ്യാം. നമ്മൾ ലാസ്റ്റത്തെ സെക്കൻഡ് സ്റ്റിച്ചിൽ ലാസ്റ്റ് സ്റ്റിച്ച് ഡിക്രീസിങ് സ്റ്റിച്ചാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യാം. ഈ ഒരു എൻ്റെ എത്തുന്നവരെ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് ഈ 2 സ്റ്റിച്ച് ഉണ്ടാവും. ഈ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് നമുക്ക് DC ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. നമുക്ക് സെക്കൻഡ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡിക്രീസിങ് ചെയ്ത സ്റ്റിച്ച്, പിന്നെ ഫസ്റ്റ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഡിക്രീസിങ് ചെയ്യാം. ഡിക്രീസിങ് ചെയ്യാം. നമുക്ക് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നത് വരെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ DC ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ DC ചെയ്ത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് ആ 2 സ്റ്റിച്ചിനെ ഒരു സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യാം. DC ഡിക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് കൗണ്ട് ചെയ്തപ്പോൾ 14 സ്റ്റിച്ചാണ് ഉള്ളത്. നമുക്ക് 14 സ്റ്റിച്ചാണ് ഡിക്രീസിങ് ചെയ്തിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു വിഡ്ത്ത് വേണ്ടത്, ആ ഒരു പാൻറ്റിൻ്റെ ആ ഒരു വിഡ്ത്തിൻ്റെ വേണ്ടത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ ചെയിൻ 2 ചെയ്യാം. ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 14 DC ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് വിഡ്ത്ത് വേണ്ടത് ആ ഒരു വിഡ്ത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റിച്ചസ് ആവും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ 30 സ്റ്റിച്ച് എടുത്തത് കൊണ്ടാണ് നമുക്ക് 14 സ്റ്റിച്ച് മതി വിഡ്ത്ത്. നമ്മൾ അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അരവണ്ണം അത് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള മെഷർമെൻറ്റും കണക്കാക്കാം. 30 ആയതുകൊണ്ട് നമ്മൾ 30 സ്റ്റിച്ച് എടുത്തതുകൊണ്ട് നമ്മൾ 14 DCയിൽ നമ്മളത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചൊക്കെ കൂടിയെന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 14 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമുക്ക് ഇവിടുന്ന് 14 സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ തന്നെയാണ് ഈ റൗണ്ടിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇടുന്നത് ബിഗിനേഴ്സിനും കൂടി ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ റൗണ്ടും നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ബിഗിനർ അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ബിഗിനേഴ്സിന് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോ
ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു നോക്കുക. അതിന് ശേഷം ബുക്ക് എടുത്തിട്ട് ഓരോ സ്റ്റിച്ചസ് എഴുതി വെക്കുക. റൗണ്ട് 2 റൗണ്ട് 1 എഴുതുക. അപ്പോൾ ഇത് നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് നമ്മൾ 3 റൗണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി തേർഡ് റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ബിഗിനർ ആണെങ്കിൽ ഒരു നോട്ട് എടുക്കുക. നോട്ടിൽ ഫസ്റ്റ് റൗണ്ട് എഴുതി വെക്കുക. ഫസ്റ്റ് റൗണ്ട് ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ 30 സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുക. പിന്നെ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചസിൻ്റെ നമ്പർ എഴുതണ്ട. അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8 ഇഞ്ച് വലുപ്പത്തിലുള്ള കുട്ടികൾക്കാണ്, 8 ഇഞ്ച് അരവണ്ണം അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റുള്ള ഒരു ബേബിക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്താൽ മതി. അതല്ല പിന്നെ നിങ്ങൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നമ്പർ കൗണ്ട് ചെയ്യാതെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് ഈ ഒരു 14 സ്റ്റിച്ചാണ് ഈ ഒരു റൗണ്ടിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഓരോ റൗണ്ട് എഴുതി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ആ റൗണ്ട് എഴുതി വെച്ച് ആ റൗണ്ട് ചെയ്യുക. അതിന് ശേഷം സെക്കൻഡ് റൗണ്ട് എഴുതി വെക്കുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ചെയ്യാം. അങ്ങനെ ഓരോ റൗണ്ടും നമ്മൾ എഴുതി വെച്ച് കൗണ്ട് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റിൽ നമ്മളെ വർക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 3 റൗണ്ടാണ് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയിൻ 3 ആണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഡിക്രീസിങ് ചെയ്തതുകൊണ്ട് ചെയിൻ 2 ആണ് ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ നമ്മൾ ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്യാം. സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു ചെയിനിൽ നമ്മൾ 2 ചെയിനായിട്ട് ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ ചെയ്തിട്ടുള്ളത് ഡിക്രീസിങ് ആണ്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലും ഇൻക്രീസിങ് ആണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതുവരെയുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വിടുത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിടുത്ത് കുറച്ച് വരുന്നതുകൊണ്ട് നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മളൊരു 3 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. അതിന് 3ഓ 4ഓ റൗണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇനി നമ്മളെല്ലാ സ്റ്റിച്ച് ചെയ്യുന്നത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പാൻറ്റീൻ്റെ ഒരു ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം വിടുത്ത് കൂട്ടിയിട്ട് താഴേക്ക് വിടുത്ത് കുറച്ച് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ആ കുറഞ്ഞത് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വിടുത്ത് കൂട്ടി കൊണ്ടുവരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പാൻറ്റീൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എല്ലാ റൗണ്ടിലും ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി നമ്മൾക്ക് ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു തേർഡ് ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും 2 എണ്ണം ചെയ്തു, എൻഡിങ്ങിലും 2 എണ്ണം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ഈ 3 ചെയിൻ ചെയ്ത സെയിം ചെയിനിൽ തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യയും ഈ ഒരു ഫസ്റ്റ് ചെയിനിൽ ചെയ്തു. ഇനി നമ്മൾ ഈ ലാസ്റ്റ് ചെയിൻ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ലാസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ ലാസ്റ്റിൽ സ്റ്റിച്ചിലും ഫസ്റ്റത്തെ സ്റ്റിച്ചിലും ഇൻക്രീസിങ് ചെയ്തു. ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിലും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കുറച്ച് റൗണ്ട് എത്തുന്ന വരെ നമ്മൾ ഓരോ ചെയിനിലും സ്റ്റാർട്ടിങ്ങിലും ഓരോ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ എൻഡിങ്ങിലും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. ബാക്കിയുള്ള എല്ലാ ചെയിനിലും അതിൻ്റെ നടുവിലുള്ള സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൂടാത്ത ബാക്കിയുള്ള എല്ലാ ചെയിനിലും നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ ഇൻക്രീസിങ് ആയി വരും. ഈ ഫസ്റ്റ് സ്റ്റിച്ചിലും ലാസ്റ്റ് സ്റ്റിച്ചിലും നമ്മൾ 2 എണ്ണം വീതം ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. അടുത്ത റൗണ്ടാണ്. അടുത്ത റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ചെയ്ത സെയിം സ്പേസിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് ചെയിനിൽ നമുക്ക് ഈ ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി ലാസ്റ്റ് ചെയിനിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ലാസ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ ആ ഒരു ടോപ്പാണ് വരിക. അപ്പോൾ അവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വീണ്ടും ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമുക്ക് സെയിം ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ചെയിൻ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് 3 ചെയിൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഫസ്റ്റിൽ 3 ചെയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത് അതാണല്ലോ. ആ ഒരു 3 ചെയിനിൻ്റെ ടോപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് കേട്ടോ. ബാക്കി ഇവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് വീണ്ടും ഓരോ ചെയിനിലും ഓരോ DC ചെയ്തു. ഇനി വീണ്ടും ലാസ്റ്റ് 3 ചെയിൻ ഫസ്റ്റ് ഇവിടുത്തെ 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ പാറ്റേൺ ഇവിടുന്ന് ഇങ്ങനെ ഡിക്രീസിങ് ചെയ്ത് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇൻക്രീസിങ് ചെയ്ത് പോകുന്ന ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പാൻറ്റിൻ്റെ മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമുക്ക് ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ചെയ്യുക. അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇൻക്രീസിങ് ചെയ്തു. ബാക്കി എല്ലാ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ കുറച്ച് 3-4 റൗണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 30 ചെയിൻ സ്റ്റിച്ച് 30 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്ന വരെയാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 റൗണ്ടാണ് നമ്മളിങ്ങനെ ഇൻക്രീസിങ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇവിടുന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ചസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. പിന്നെ ഇവിടുന്നാണ് നമ്മളിങ്ങനെ ഇൻക്രീസിങ് ചെയ്തിട്ടുള്ളത്. 8 റൗണ്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്തപ്പോൾ നമുക്ക് 30 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ 3 ചെയിൻ ചെയ്യുക. നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 നമ്മളിങ്ങനെ ഇതുവരെ ചെയ്യുമ്പോൾ നമുക്ക് 30 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തപ്പോൾ നമുക്ക് 30 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി അടുത്ത റൗണ്ട് നമ്മൾ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. നമുക്ക് സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടുന്ന് ഇതെത്തുന്ന ഈ ഒരു സ്റ്റിച്ച് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻക്രീസിങ് ചെയ്തു. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ DC ചെയ്തു. ഇനി ലാസ്റ്റ് ചെയിനിലും നമുക്കൊരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി
നമുക്ക് അടുത്തതിൽ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെയ്തിട്ട് ഇങ്ങനെ ഓരോ റൗണ്ട് സ്റ്റിച്ചും കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 32 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് 32 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. അടുത്ത റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 34 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സ്റ്റിച്ചും കൗണ്ട് ചെയ്തിട്ട് പോവുക. ഇവിടെ ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 34 സ്റ്റിച്ച് കിട്ടും. അത് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ 34 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് അടുത്ത റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയിൻ 3 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. വർക്ക് ടേൺ ചെയ്തിട്ട് നമുക്ക് ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 34 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമുക്കിങ്ങനെ ഇത് ലാസ്റ്റ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിവിടെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമുക്കിവിടെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിനി ഇതിൻ്റെ ചുറ്റിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്കൊരു ചെയിൻ 1 ചെയ്യാം. നമുക്കിങ്ങനെ ഈ ഭാഗത്തേക്കാണ് നമ്മൾ വർക്ക് ടേൺ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഈ ഒരു എഡ്ജ് നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓരോ ഇങ്ങനെ ചെയിൻ പോലെ കാണുന്ന അവിടെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചുറ്റിലും ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതുവരെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു എൻഡിങ് എത്തുന്നവരെ ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്യാം, സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം, അങ്ങനെ ഈ ഒരു എൻഡിങ്ങിൽ എഡ്ജിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ ഇതിലും 3 എണ്ണം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഈ എൻഡിങ്ങിൽ ഇവിടെ നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ചുറ്റിലും ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ഈ ഒരു ചെയിനിലെത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ചെയിനിലും നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 കോർണറിലും നമ്മൾ ഈ ഒരു കോർണറിൽ, അതുപോലെ ഇവിടുത്തെ ഈ ഒരു കോർണറിലും അങ്ങനെ 3 കോർണറിലും നമ്മൾ 1 2 3 4 4 കോർണറിലും നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് ഇട്ട് ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യാം. അതിനുശേഷം യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഈ യാണ് നമുക്കൊന്ന് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട്
ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് ആക്കുക, പിന്നെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഹുക്ക് എടുക്കാം. അതിന് ശേഷം നമുക്കൊരു ചെയിൻ ചെയ്ത് കൊടുക്കുക, ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അത് വീണ്ടും വിളിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഊരിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്തിട്ട് ഈ ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ബാക്ക് സൈഡാണ് ഇത്. അപ്പം നമ്മൾ ഒരു പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഇതൊരു 3 to 6 months ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. 18 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. 7 ഇഞ്ച്, 18 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 7 ഇഞ്ചാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിവിടെ 2 സൈഡിലും നമ്മൾ കയറ് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സ്ട്രാപ്പ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കുകയാണ്. അപ്പം കറക്റ്റ് ഇപ്പോൾ 8 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അരവണ്ണം മെഷർമെൻ്റ് എങ്കിൽ നമുക്ക് 8 ഇഞ്ച് വേണ്ട, നമുക്ക് 7 ഇഞ്ച് എടുത്താൽ മതി. ബാക്കി നമ്മൾ കയറ് കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ കയറ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് കയറ് വെക്കാനാണ്. അപ്പോൾ ഞാനിവിടെ കയറ് വെക്കുന്നത് ഈ ഒരു ബ്രൗൺ കളറ് യാണോണ്ടാണ്. അപ്പോൾ 2 നൂല് വെച്ചിട്ടാണ് നമ്മൾ കയറ് ഉണ്ടാക്കുന്നത്, ഒരു സ്ട്രാപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 നൂലിങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സ്ലിപ്പ് നോട്ട് ഒന്ന് വലിച്ച് ഇവിടെ വലിക്കുമ്പോൾ ഈ സ്ലിപ്പ് നോട്ട് ചെറുതാവും. അതിന് ശേഷം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എണ്ണൊന്നും വേണ്ട, എത്രയാണോ നമുക്ക് ചെയിൻ സ്റ്റിച്ചിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ആ മെഷർമെൻറ്റ് എത്തുന്ന വരെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുപ്പത്തിന് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്ത് സംഗതി നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഹുക്കും യാണും ചേഞ്ച് ആകുമ്പോൾ പ്രശ്നം വരില്ല. ഞാനിവിടെ 20 ഇഞ്ചാണ് ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനത്തെ 2 കയറാണ് നമുക്ക് വേണ്ടത്. 2 സൈഡിലും കെട്ടാനായിട്ട് 2 കയറ് വേണം. 2 കയറ് തുന്നിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നല്ല ഭാഗം. ഇത് നമ്മളെ ബാക്ക് സൈഡാണ്. ഇതാ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് നമുക്ക് ഈ യാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എന്നിട്ട് ഈ രണ്ടാമത്തെ പോർഷനിലേക്ക് ഇത് വീണ്ടും ആഡ് ചെയ്യാം. നമ്മൾ ഷൂവിൻ്റെ ലേസൊക്കെ കെട്ടുന്ന പോലെ നമുക്കിങ്ങനെ കെട്ടി കൊടുക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ കയറിട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ഈ ഭാഗത്തേക്കും ആയിട്ട് നമുക്കിങ്ങനെ കയറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ ഇത് നമുക്ക് എത്ര മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ബാലൻസ് വരുന്നതാണ് നമുക്ക് കെട്ടിക്കൊടുക്കാം.
നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആണും വെച്ചിട്ട് മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു കെട്ട് ബോ പോലെ ചെയ്തിട്ട് കൊടുക്കാം. അതുകൊണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളെ കാല് നമുക്ക് ടൈറ്റ് ആവാതെ കിട്ടുകയും ചെയ്യും. മെഷർമെൻറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഈ ഒരു ഭാഗവും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഭാഗത്തും ഈ ഒരു സ്ട്രാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാൻറ്റിയാണ് ഇത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇത് കുറച്ച് വിടുത്ത് കൂടിയ ഭാഗം ബാക്ക് സൈഡിലും ഇതിങ്ങനെ ഫ്രണ്ട് സൈഡിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാ ഒരു പാൻറ്റീൻ്റെ ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. Thank you for watching and thank you for subscribing.